الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله اتقوا الله أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്ന് വാങ്ങിയ കരാറിൽ രണ്ടാമത്തേത് മുഹമ്മദി റിസാലത്തിലുള്ള ഷഹാദത്താണ്. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം രണ്ട് കരാറുകളാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അല്ലാഹുവിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ദുനിയാവിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അസ്ബാബുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ ശേഖരിക്കുന്നതിന് അത്തരത്തിൽ ഒരു കരാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നില്ല. മനുഷ്യർക്ക് മൊത്തത്തിലാണ് ദുനിയാവിന്റെ സൗകര്യങ്ങൾ അല്ലാഹു തർത്തീബാക്കിയിരിക്കുന്നത്. നാം പലതവണ സൂചിപ്പിച്ചതുപോലെ ആകാശത്തിൽ വെച്ച് നടത്തിയ ഒരു സംവാദത്തിൽ, ഒരു ചർച്ചയിൽ മനുഷ്യരാശി മുഴുവനും അല്ലാഹുവിന് അവന്റെ റുബൂബിയ്യത്തിന് ഷഹാദത്ത് നൽകിയിട്ടുണ്ട്. ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ.
ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ മനുഷ്യരുടെ ആവശ്യങ്ങളെ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുന്നത്. അതെ, നാം പറഞ്ഞു മനുഷ്യൻ ജന്മം കൊണ്ട് മുസ്ലിമാണ്. എങ്ങനെയാണ് മുസ്ലിമായത്? അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ സാക്ഷിത്വം പറഞ്ഞതുകൊണ്ട്, ഷഹാദത്ത് പറഞ്ഞതുകൊണ്ട്. ആ ഷഹാദത്ത് എവിടെ വെച്ചാണ് നടന്നത്? ആകാശലോകത്ത് വെച്ചാണ് നടന്നത്. പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം എന്ന ആയത്ത്. ആദമിന്റെ സന്തതികളെ മുഴുവനും വിളിച്ചുകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് വാങ്ങിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്ന വിഷയത്തിൽ. ആ സമയത്ത് മനുഷ്യരാശി മുഴുവനും അല്ലാഹുവിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഖാലു ബല, അതെ നീയാണ് ഞങ്ങളെ റബ്ബ്, ഞങ്ങളുടെ മാലിക്കും ഖാലിക്കും മുദബ്ബിറും നീയാ. അതാണ് റബ്ബിന്റെ മാന. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവ് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു അപൂർണതയുണ്ട്. റബ്ബ് എന്നതിന് 3 അർത്ഥമാണ് നാം നൽകുന്നത്. ഒന്ന്, സകലതിൻ്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരി. 2, സകലതിനെയും സൃഷ്ടിക്കാനുള്ള അവകാശം, അധികാരം. 3, സകലതിനെയും നിയന്ത്രിക്കാനുള്ള അധികാരം. മുൽക്ക്, ഖൽഖ്, തദ്ബീർ. ഈ 3 അധികാരാവകാശങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് സമ്മതിച്ചു കൊടുക്കലാണ് റുബൂബിയ്യത്തിലുള്ള തൗഹീദ്. അതാണ് ആദ്യം നടന്ന ഷഹാദ ആകാശലോകത്ത് വെച്ച്. ആ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളെ അള്ളാഹു തർത്തീബാക്കിയിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഇടയിൽ പ്രായപൂർത്തിയെത്തലോടുകൂടിയാണ് മനുഷ്യനോട് അല്ലാഹു തആല ആകാശലോകത്ത് വെച്ച് നടത്തിയ ആ ഷഹാദ പ്രാവർത്തികമാക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് 2ാമത്തെ ഷഹാദ നടക്കുന്നത്. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ വിശദീകരിച്ചതാണ്. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതലാണ് ഉലൂഹിയ്യത്തിലുള്ള ഷഹാദ നടപ്പിലാകുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ എന്ത് നൽകുന്നുണ്ടെങ്കിലും എൻ്റെ അള്ളാഹുവിന് മാത്രമേ നൽകൂ എന്നത് ഞാൻ ജീവിച്ച് തെളിയിക്കുന്നതാണ്. ഇതാണ് ഷഹാദ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഒറ്റ വാക്കിന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാം എന്ന് ഉറപ്പു നൽകുന്നു. എന്താണ് ഞാൻ ജീവിച്ച് തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഞാനുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും, ദുനിയാവട്ടെ, ദീനാവട്ടെ, ആഖിറമാവട്ടെ, ഞാൻ എൻ്റെ അള്ളാഹുമായി മാത്രമേ അതിനെ ബന്ധപ്പെടുത്തുകയുള്ളൂ. ലാ ഇലാഹ, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരെയും എന്തിനെയും ഞാൻ അതിൽ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹ് കൊടുക്കുന്ന ഉറപ്പാണ്. അതാണ് ഷഹാദ. അപ്പൊ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം 2 ഷഹാദയാണ്. കാരണം 1ാമത്തെ ഷഹാദ ആകാശലോകത്ത് വെച്ച് നടന്നു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ചർച്ചയില്ല. അതിന്റെ ആവർത്തനം മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റിയുള്ള വിശദീകരണം വിശകലനം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ റബ്ബ ഇല്ലല്ലാഹ് ആയതുകൊണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ റബ്ബ ഇല്ലല്ലാഹ്, അല്ലാഹു റബ്ബായതുകൊണ്ട് ഇലാഹ അല്ലാഹു അല്ലാതെ ആകാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ് ഈ 2ാമത്തെ ഇലാഹ അല്ലാഹു അല്ലാതെ ആകാൻ പറ്റില്ല എന്ന് ചർച്ച വന്നത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ ചർച്ച ഉണ്ടായിട്ടില്ല. ശരിയാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമോ മക്കളോ ഒരു കാര്യത്തിലും അല്ലാഹു അല്ലാത്ത ആരെയും ഇടപെടിപ്പിച്ചിട്ടില്ല. ഒന്നിക്കൽ ഒരു മലക്കിനെ, അല്ലെങ്കിൽ ഒരു ജിന്നിനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശേഷിനെ, വേറെ ഏതെങ്കിലും ഒരു അഭൗതിക ശക്തിയെ അല്ലെങ്കിൽ ഭൗതിക ശക്തിയെ, ഒന്നിനെയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമോ ഭാര്യ മക്കളോ ഇടപെടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് പ്രസക്തിയില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 2ാമത്തെ നബിയായിട്ട് വന്നു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നില്ല. കാരണം അദ്ദേഹം നബിയായി വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ജനം പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിട്ട് വന്നു. ആ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയിലില്ല. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനം, അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, പേരക്കുട്ടികൾ, അവരുടെ തലമുറ,
ഇവരാരും അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഒരു വലിയനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഒരു ഷേഖിനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഒരു നബിയെ പറ്റിയോ റസൂലിനെ പറ്റിയോ ചർച്ച ചെയ്തിട്ടില്ല, ഒരു മലക്കിനെ പറ്റിയോ ജിന്നിനെ പറ്റിയോ ഒന്നും ചർച്ചയില്ല. അവരെ അടുക്കള തൊട്ട് അങ്ങാടി വരെ സകല വിഷയത്തിലും അള്ളാനെ മാത്രം ഇടപെടിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നില്ല. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷം ആലിമീങ്ങൾ ഉലമാക്കളായിരുന്നു വിഷയം കൈകാര്യം ചെയ്തത്. വദ്ദിനെ പോലെ സുവായിനെ പോലെ ഇദ്രീസ് നബിയുടെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാർ അവരായിരുന്നു ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ, ആലിമീങ്ങൾ, ഷെയ്ഖുകൾ, ഖാദിമാർ, ഖതീബുമാർ, ഉസ്താദുമാർ അവരായിരുന്നു. അവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ, അതായത് ഏതാണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 8-9 തലമുറകളെത്തി. ആ കാലഘട്ടത്തിലും ലാ റബ്ബ ഇല്ലല്ലാഹ് തന്നെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അള്ളാഹു അല്ലാത്തൊരു ശക്തിയെ പറ്റി ആ സമൂഹത്തിന് പരിചയമില്ല. അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുന്നതിന് ആരെങ്കിലും ഇടയാളകളാക്കിയിട്ടോ മഹത്വമോ ജാഹോ ബർക്കത്തോ സ്വരിശോ അങ്ങനെ ഒരു ചർച്ചയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റുബൂബിയത്തിനെ പറ്റിയുള്ള ചർച്ച അങ്ങൊന്ന് ഇങ്ങോട്ട് നമുക്ക് അല്ല മാത്രം അല്ല മാത്രം അല്ല മാത്രം എന്ന രീതിയിൽ റബ്ബ് അള്ളാഹു എന്ന രീതിയിലാണ് ചർച്ച. ഈ 5 ആലിമീങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് ആര്? മരിച്ചുപോയ മഹാന്മാരുടെ ജാറങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തുടങ്ങാൻ കാരണമായത് 5 ഔലിയാക്കളെ ജാറങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയാളുകൾ വേണം, ആ ഇടയാളുകളാണ് ഈ 5 മഹാന്മാര് എന്ന വിശ്വാസം ജനങ്ങളിലേക്ക് വരികയും ജനം പൂർവികന്മാരുടെ ദീനനുസരിച്ച് ജീവിക്കുന്നതിനോടൊപ്പം ആദം നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുക, ഇദ്രീസ് നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുക, ശീസ് നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുക, വദ്ദ് സുവാഇനെ പോലെയുള്ള മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുക, അവര് പറയും പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക, അവര് പറയും പോലെ നോമ്പ് നോക്കുക, ഇതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു പോവുകയായിരുന്നു ആ തലമുറ, 11ാമത്തെ തലമുറ. അതിന്റെ ഇടയിൽ ശൈത്താൻ പുരോഹിതന്മാരെ ഉപയോഗിച്ച് മഹത്വമുള്ള ആൾക്കാർ വേണം, ഇന്ന് മുമ്പുള്ളതുപോലെ നല്ല നല്ല മനുഷ്യരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല, നമുക്ക് അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ വല്ലതും നേടിയെടുക്കണമെങ്കിൽ മഹാന്മാരായ ആൾക്കാരെ ഇടപെടിപ്പിച്ചേ പറ്റൂ. വദ്ദ് എന്നവർ മഹാനായ മനുഷ്യനാണ്, ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ കബറടക്കിയിരിക്കുകയാണ്. ആ മഹാന്മാരെ വെച്ചുകൊണ്ട് വേണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ. ആദ്യമായി ജാഹ് ബർക്കത്തുൽ ഇലാഹ രംഗത്ത് വന്നു. ഇതൊക്കെ വളരെ കൃത്യമായ കാര്യമാണ്. അന്നൊന്നും വേറെ മതക്കാർ ലോകത്ത് ജീവിക്കുന്നില്ല. വേറെ മതങ്ങളോ മതങ്ങളുടെ ദൈവങ്ങളോ മതങ്ങളുടെ പൂജാവസ്തുക്കളോ മതങ്ങളുടെ പൂജകളോ മതങ്ങളുടെ ആരാധനകളോ ഒന്നുമില്ല. ഇസ്ലാമ് മാത്രം, ദിനുൽ ഇസ്ലാമ് മാത്രമാണെന്ന് ലോകത്ത് നിലവിലുള്ളത്. മറ്റ് മതങ്ങളൊക്കെ പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം വരികയല്ലേ. മതങ്ങളാണോ ശിർക്ക് പഠിപ്പിച്ചത്? അല്ല, മുസ്ലിമീങ്ങൾ തന്നെയാണ് ശിർക്കിലകപ്പെട്ടത്. മുസ്ലിമായി ജീവിക്കുക, ഒപ്പം ഇലാഹ നടത്തി പറഞ്ഞ് ജാറത്തിലും പോകുക. അതിനെതിരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്ത് പറഞ്ഞുകൊണ്ട് നൂഹ് നബിയെ റസൂലാക്കി നിയോഗിക്കുന്നത്. അതിനാണ് സൂറത്തുൽ നൂഹിന്റെ 1ാമത്തെ ആയത്ത്, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം എന്ന് പറഞ്ഞിട്ട് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് നബി പറഞ്ഞ വാക്കതാണ്, നൂഹ് നബിയുടെ ദഅവത്ത് അതാണ്. മാ ലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഇടക്ക് ചേർക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല, ഗൈറുഹു അല്ലാഹു അല്ലാത്ത, അല്ലാഹു അല്ലാതെ ഇടയിൽ ബർക്കത്ത് അല്ലെങ്കിൽ ജാഹ് അല്ലെങ്കിൽ പോരിശ ഇത് പറഞ്ഞിട്ട് ഒരാളെയും ചേർക്കാൻ പറ്റുകയില്ല. ഇത് നിങ്ങൾ തിരുത്തുന്നില്ലെങ്കിൽ കടുകടുത്ത ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇതാണ് നൂഹ് നബിയുടെ റിസാലത്ത്. ഇപ്പൊ ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് റിസാലത്ത് ആവശ്യമായി വന്നത്? ഉലൂഹിയത്ത് ചർച്ച ചെയ്യേണ്ടി വന്നു. ഇതിനു മുമ്പ് എന്തുകൊണ്ട് റസൂലില്ല? ആ കാലഘട്ടത്തിൽ ഉലൂഹിയത്ത് ചർച്ച ചെയ്യേണ്ടി വന്നില്ല. ശീസ് നബി റസൂലല്ല, എന്തുകൊണ്ട്? ലാ ഇലാഹ ചർച്ച ചെയ്യേണ്ടി വന്നില്ല. എന്തുകൊണ്ടാണത്? ജനങ്ങൾ ആരും അല്ലാഹു അല്ലാത്തവരെ ആരെയും അല്ലാഹുവിനോടൊപ്പം കൂട്ടാറില്ല. ശീസ് നബിയും ചർച്ച ചെയ്തിട്ടില്ല, ആദം നബിയും ചർച്ച ചെയ്തിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഒന്നും അല്ലാഹു അല്ലാത്ത ഒന്നിനെ സംബന്ധിച്ച് ചർച്ച ലോകത്തില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങൾക്കിടയിലില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിച്ച അന്നത്തെ ഇറാഖ് വാസികളായ
ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ മറ ചെയ്യപ്പെട്ടിരിക്കുന്ന 5 മഹാന്മാർക്ക് ഖബറും ജാറമുണ്ടാക്കി അതിന് പച്ച വിരിച്ച് അവർക്ക് സുഗന്ധം പൂശി ഇലാഹവർത്തിയും ജാഹും ബർക്കത്തും പറഞ്ഞ് എവിടെ എത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അയക്കുന്നത്. ഇത് കടുകടുത്ത അപരാധമാണ്, ഇത് തിരുത്തുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് തിരുത്താത്ത ആ സമൂഹത്തെ അള്ളാഹു വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ചു. ചരിത്രം നമുക്കറിയാമല്ലോ. ആർക്കെതിരെയായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ സമൂഹത്തെ വെള്ളപ്പൊക്കത്തിൽ അള്ളാഹു തആല മുക്കിക്കൊന്നത്? അവർ ചെയ്ത തെറ്റെന്താ? ഞാൻ പലപ്പോഴും ചോദിക്കുന്ന വിഷയമാണ് ഇത്, ഉലമാക്കളോടടക്കം എല്ലാവരോടും ചോദിക്കുന്ന വിഷയം ഇതാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ സമൂഹത്തെ അള്ളാഹു തആല വെള്ളത്തിൽ മുക്കിക്കൊന്നത്? ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട എന്തെങ്കിലും ഒരു തെറ്റ് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വിശദീകരിക്കാൻ പറ്റുമോ? ഈ ജാറത്തിൽ പോകുക എന്നുള്ള തെറ്റല്ലാതെ, ഈ ജാറത്തിൽ പോയി ഇലാഹദ്റത്തി പറയാന്നുള്ള തെറ്റല്ലാതെ വേറെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് നൂഹ് നബിയുടെ ഖൗമിനെ അള്ളാഹ് വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ളവരെ മുഴുവനത്തിനെയും മുക്കി നശിപ്പിച്ച് കപ്പലിൽ രക്ഷപ്പെട്ട മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയാക്കിയത് വല്ലതും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അങ്ങോട്ട് മുർസലീങ്ങളെ അയക്കാൻ തുടങ്ങി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് തിരുത്തി അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു. അപ്പോഴാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നത്. ഓ നൂഹ്, അശ്ഹദു, ഞാൻ തയ്യാറാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ബദ്ദിനെയും സുവായിനെയും തങ്ങളെയും ഷെയ്ഖിനെയും ഒന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല, ഞാൻ അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, ഇനി അങ്ങോട്ട് ഞാൻ അത് തെളിയിക്കും ജീവിച്ചിട്ട്. ഈ ഷഹാദത്ത് പറഞ്ഞവരെ അള്ളാഹു മുഅ്മിനീങ്ങളിൽ ഇഷ്ടപ്പെടുത്തി. ഷഹാദത്തിന് ലംഘനമായിട്ട് ജാറങ്ങളുമായി ബന്ധപ്പെട്ടവരെ അള്ളാഹു പല കാഫിരീകളുടെ കൂട്ടത്തിലും പെടുത്തി. എന്താണ് ഇതിന്റെ സംശയം? അള്ളാഹു മാത്രം എന്ന് പറയുന്നവർ മുസ്ലിമീങ്ങൾ, അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കളും മശായിഖുകളും വേണമെന്ന് പറയുന്നവർ കാഫിരീങ്ങൾ. ആർക്കാണ് ഇതിൽ സംശയമുള്ളത്? എല്ലാ കാലഘട്ടത്തിലും ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ വിഷയത്തിലാണ് സംശയങ്ങൾ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർപക്ഷത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നൂഹ് നബി ദുആ ചെയ്തത് ലാ തദറ അനൽ കാഫിരീന ദയ്യാറ എന്ന ഈ ദുനിയാവിൽ ഈ ഭൂമിയുടെ പുറത്തുനിക്ക് മുകളിൽ ഒരൊറ്റ കാഫിറിനെ പോലും ബാക്കി വെക്കണ്ട അല്ലാഹു എന്ന് ദുആ ചെയ്തത് നൂഹ് നബിയാണ്. ആരെ പറ്റിയാണെന്ന് ദുആ ചെയ്തത്? മുസ്ലിമീങ്ങളെ പറ്റിയല്ലേ? ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോയവരെ പറ്റിയല്ലേ നൂഹ് നബിയുടെ ദുആ? അല്ലാത്ത വേറെ മതക്കാരെങ്കിലും ആ കാലഘട്ടത്തിലുണ്ടോ കാഫിർ എന്ന് വിളിക്കാൻ? കാഫിർ എന്ന് വിളിക്കാൻ ഏതെങ്കിലും ഒരു മതക്കാരെ കാലഘട്ടത്തിലുണ്ടോ മുസ്ലിമീങ്ങളല്ലാതെ? എന്നിട്ടും ബഹുമാനപ്പെട്ട നൂഹ് നബി മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് വിളിച്ചത് ജാറത്തിൽ പോയി എന്ന ഒറ്റ കാരണത്താലല്ലേ? ഒറ്റ കാരണത്താൽ. ഈ അല്ലാത്ത അവരുടെ പണ്ഡിതന്മാർ ആ സമയത്ത് ഇന്നത്തെ ഷിയാക്കളെ പുരോഹിതന്മാര് പ്രസംഗിക്കുന്ന അതേ പ്രസംഗം തന്നെയാണ് നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ കാഫിരീങ്ങളെ നേതാക്കന്മാരായ ഉലമാക്കൾ പ്രസംഗിച്ചത്. എന്താണ് അവർ പറഞ്ഞത്? എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് എന്താ പറഞ്ഞത്? ലാ തദറുന്ന ആലിഹത്തക്കും, നൂഹ് പറയും പോലെ നിങ്ങളെ തങ്ങന്മാരെ നിങ്ങൾ കൈവിടണ്ട. ഇന്നത്തെ പുരോഹിതൻ പറയുന്നു മൊലീശേഖങ്ങളെ കൈവിടണ്ട, റിഫായിശേഖങ്ങളെ കൈവിടണ്ട, മറ്റേ ബദരീങ്ങളെ കൈവിടണ്ട. അന്നത്തവര് പറഞ്ഞ എന്താണ്? ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളെ ശേഖന്മാരെ കൈവിടണ്ട. വലാ തദറുന്ന വദ്ദ തങ്ങളെ കൈവിട്ടേക്കേണ്ടതാ. ഇന്നത്തെ ആള് പറയുന്നു മൊലീശേഖങ്ങളെ കൈവിടണ്ട. അന്നത്തെ ആള് പറഞ്ഞു വലാ യൗക്ക് തങ്ങളെ കൈവിടണ്ട. ഇന്നത്തെ ആള് പറയുന്നു റിഫായിശേഖനെ കൈവിടണ്ട. അന്നത്തെ ആള് പറയുന്നു വലാ യഹൂസ് തങ്ങളെ കൈവിടണ്ട. ഇന്നത്തെ ആള് പറയുന്നു ദിഫായിശേഖനെ കൈവിടണ്ട. അന്നത്തെ ആൾ പറയുന്നു വലാ നസ്രകളെ കൈവിടണ്ട. ഇന്നത്തെ ആൾ പറയുന്നു ബദരീകളെ കൈവിടണ്ട. എന്താണ് വ്യത്യാസം? ആ കാഫിരീങ്ങളും ഇന്ന് നിലവിലുള്ള കാഫിരീങ്ങളും തമ്മിൽ ഇവിടെ എന്തിനാണ് മതങ്ങളെ കൂട്ടിപ്പിടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മറ്റും കൂട്ടിപ്പിടിക്കുന്നതിനാ ഈ വിഷയത്തില്? ഈ വിഷയത്തിൽ രണ്ട് സമൂഹമേ ഉള്ളൂ. ഒന്ന് ഷഹാദത്ത് ബാത്തിലാക്കിയ ഷിയാക്കളായ മുസ്ലിമീങ്ങൾ, രണ്ട് ഷഹാദത്ത് ഉറപ്പിച്ചു നിർത്തിയ സലഫികളായ മുസ്ലിമീങ്ങൾ. ഇവിടെ രണ്ട് ചർച്ചയേ ഉള്ളൂ. ഇവിടുത്തെ ഹിന്ദുക്കളെ പറ്റിയും ക്രിസ്ത്യാനിനെ പറ്റിയും ഒന്നല്ല ഇവിടെ അടിസ്ഥാന ചർച്ച. ദൈവത്തിനെ വഴിമാറ്റി വിടുന്നതിന് വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കൾക്ക് ദൈവത്ത്, ക്രിസ്ത്യാനികൾക്ക് ദൈവത്ത്, ഹിന്ദുക്കളെ മതത്തിലേക്ക് കൊണ്ടുവരാൻ ക്രിസ്ത്യാനികൾ, അങ്ങനെ ഒരു മതപരിവർത്തന ഒരു പരിപാടിയെ ഇസ്ലാം ദീനിലില്ല. മതം മാറ്റം എന്നൊരു പരിപാടി ദീനുൽ ഇസ്ലാമിലില്ല. ഷഹാദത്ത് ലംഘിച്ചവരെ ഷഹാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിനാണ് ദഅവത്ത്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്ത് അതായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ ദഅവത്ത് മറ്റു മതക്കാരെ ഇസ്ലാമിലേക്ക് ചേർക്കലായിരുന്നോ? ആയിരുന്നോ? ജൂതമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും വളരെ എണ്ണപ്പെട്ട ആള് മാത്രമല്ലേ ദീനുൽ ഇസ്ലാമിലേക്ക് ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളൂ.
റസൂലുള്ളാഹി തങ്ങൾ ദഅവത്ത് ചെയ്തത് മുഴുവനും മക്കയിലെ ഖുറൈശികളായ പാരമ്പര്യ മുസ്ലിമീങ്ങളോടായിരുന്നില്ലേ ദഅവത്ത്? അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അബൂജഹലും തുബത്ത് ശൈബത്തുമാര് അവർ നോമ്പ് നോക്കുന്നവരായിരുന്നില്ലേ? അവർ സക്കാത്ത് കൊടുക്കുന്നവരായിരുന്നില്ലേ? എന്താണ് സൂറത്തുൽ അൻആമിൽ അവരെ സക്കാത്തിനെ പറ്റി പറഞ്ഞത്? അല്ലാഹു തആല അവർ വിളവെടുപ്പിന്റെ സന്ദർഭത്തിൽ കൃത്യമായി സക്കാത്ത് അള്ളാഹ്ക്കുള്ള ഓഹരി അള്ളാഹ്ക്ക് മാറ്റി വെക്കും, ശുറക്കാക്കുകൾക്ക് ഔലിയാക്കന്മാർക്കുള്ള ഓഹരി ഔലിയാക്കന്മാർക്ക് മാറ്റി വെക്കും. എന്നിട്ട് അള്ളാഹു തആല അവരെ പരിഹസിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്കുള്ള ഓഹരി ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തെന്ന് വരും. ഔലിയാക്കന്മാർക്ക് നേർച്ചയാക്കി വെച്ചത് ഒരു കാണത്താലും മറ്റുള്ളവർക്ക് അവർ കൊടുക്കുകയില്ല. അത്ര തീവ്രമായിരുന്നു ഔലിയാക്കളുടെ കാര്യത്തിൽ. ഇന്നോ അള്ളാഹ്ക്കുള്ളത് കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും പുരോഹിതന്മാര്. ഔലിയാക്കളുള്ളത് കൊടുക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, കൊടുത്തേ പറ്റൂ, എല്ലാം കൊണ്ട് തറവാടേ മുടിഞ്ഞു പോകുന്ന. ഔലിയാക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ ഹാജിമാരെയും കൊണ്ട് ഹജ്ജിന് പോകും. ആര്? ഷീഈ മൊല്ലമാര് ഹജ്ജിന് പോയിട്ട് തമത്തുഇന്റെ ഇഹ്റാമിലാണ് പോവുക. പോയിട്ട് ഉംറ നിർവഹിക്കുക. എന്നിട്ട് ഹജ്ജിന്റെ സമയം വരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം കെട്ടുക. ഇതിന് തമത്തുഇന്റെ ഹജ്ജ് എന്നാ പറയുക. ഈ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് കഫാറ ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഒരാട്ടിനെ അർത്ഥ കൊടുക്കൽ നിർബന്ധമാണ്. ഒരാട്ടിനെ അർത്ഥ കൊടുക്കണം, ഒരു പ്രായശ്ചിത്തം. തെറ്റിന് കഫാറത്തല്ല, ഫിദിയാണത്, പകരം. ഫിദിയ എന്ന് പറഞ്ഞാൽ പകരം. അല്ലാഹു തആല അങ്ങനെ ഒരു സൗകര്യം ഹാജിമാർക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ആ സാധുക്കൾക്ക്, അവിടുത്തെ സാധുക്കൾക്ക് ഒരാട്ടിനെ അർത്ഥിട്ട് കൊടുക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ് ഫിദിയ. അത് നിർബന്ധമാണ് ഈ തമത്തുഇന്റെ ഹജ്ജ് ചെയ്യുന്നവർക്ക്. ഹജ്ജിന് മാത്രം ഇഹ്റാം കെട്ടിപ്പോകുന്നവർക്ക് അത് ബാധകമല്ല. അതേപോലെ തന്നെ ഹജ്ജിനും ഉംറക്കും കൂടി ഇഹ്റാം കെട്ടിപ്പോകുന്നവർക്കും അത് ബാധകമല്ല. ഉംറ ചെയ്ത് അവിടെ പോയി തഹല്ലുലായി എന്നിട്ട് പിന്നീട് ഹജ്ജിൽ പ്രവേശിക്കുന്നവർക്കാണ് ബാധകം. ഈ ഹാജിമാരോട് ആ സമയം വരുമ്പോൾ ഈ ഷീഈ മൊല്ലമാര് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എല്ലാരെയും കൂടി വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് ദുൽഹജ്ജ് 7 അന്ന് തൊട്ടടുത്തുള്ള മീക്കാത്തിലേക്ക് പോകും. തൊട്ടടുത്തുള്ള മീക്കാത്ത് ഏതാണ്ട് 80 കിലോമീറ്ററോളം അവിടുന്ന് പോകും. ജുഹഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 50 റിയാൽ വീതം ഹാജിമാരോട് വാങ്ങും. എന്നിട്ട് ബസ് സ്പെഷ്യലാക്കും. എന്താ കാര്യം? ഇമാം നവവി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മീക്കാത്തിന് വെളിയിൽ പോയി ഹജ്ജിന് ഇഹ്റാം കെട്ടുകയാണ് എങ്കിൽ ഫിദിയ കൊടുക്കേണ്ടതില്ല എന്ന്. എന്തെങ്കിലും കാരണത്താൽ മീക്കാത്തിന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു, അഥവാ ഒരാള് ഹജ്ജിന് ഉംറ ചെയ്തു എന്നിട്ട് മദീനയിലേക്ക് പോയി, മദീനയിലെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ ദുൽഹുലൈഫയിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നു, അയാൾ കഫാറത്ത് കൊടുക്കേണ്ടയില്ല. ഈ പുരോഹിതന്മാർ എന്ത് ചെയ്യും? ഈ ഈ ഫിദിയ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി മാത്രം ഈ പൈസയും വാങ്ങിയിട്ട് ഇവരെ കൂട്ടി ജുഹഫയിൽ പോയി ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കൊണ്ടുവരും. എന്തെന്നറിയോ? അള്ളാഹ് കൊടുക്കാനുള്ള ഒരു ആടിനെ ഹാജിമാർക്ക് ലാഭാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനേക്കാൾ വലിയ തുകയൊക്കെ കൊല്ലമാര് കൊള്ളയടിക്കും ഇവര്, അത് വേറെ കാര്യം. ഇവര് നാട്ടിൽ വന്നു കഴിഞ്ഞ് റബീഉൽ ആഖിർ മാസം ഒരീശേക്കങ്ങളാണ്ട് അതേ അമീറായിട്ട് പോയ ഖത്തീബ് അതേ പള്ളിന്റെ മെഹ്റാബിന്റെ മിമ്പറിന്റെ കൈയും പിടിച്ചിട്ട് പറയും ജനങ്ങളോട്, ജനങ്ങളെ മൊരീശേക്കങ്ങൾ ആണ്ട് വരികയാണ്, ചുരുങ്ങിയതൊരു 10 ആടെങ്കിലും ഒരാൾ കൊടുക്കണം, നമുക്കൊരു 500 ആട്ടിനെങ്കിലും മൊരീശേക്കങ്ങളെ വർക്കത്തിന് വേണ്ടി അറുക്കണം. ആരൊക്കെ കോൺകോൻ തയ്യാറേ? ഓരോരാൾ എഴുതിയിട്ട് പറയാൻ തന്നെ, സദേ ഞാൻ 10 ആട്, സദേ ഞാൻ 25 ആട്. ഇല്ലേ? അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ആടിനെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ബസ് പിടിച്ചു പോയ മൊയ്യാര് മൊയ്തീശേക്ക് നിങ്ങൾക്ക് 500 ആട്ടിനെ കൊടുക്കാൻ വേണ്ടി ഹാജിമാരെ പ്രേരിപ്പിക്കുന്ന ഈ ദുരവസ്ഥ ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇവരെ മുസ്ലിമാണെന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവർ? എന്തിനാണ് ഈ ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് സംവിധാനം? എന്തിനാ? 313 മുർസലീങ്ങളും അത്തരത്തിലൊരു സംവിധാനത്തിന് നിന്നിട്ടില്ലല്ലോ. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോടാണ്. അപ്പൊ അവർ സക്കാത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. അവർ ഹജ്ജോ, അബൂജഹൽ ഹജ്ജ് ചെയ്താളായിരുന്നില്ലേ? ഹാജി ആയിരുന്നില്ലേ? അബൂ താലിബ് ഹാജി ആയിരുന്നില്ലേ? ഉത്ബത്തും ഷൈബത്തും ഹാജി ആയിരുന്നില്ലേ? അബൂ ലഹബ് ഹാജി ആയിരുന്നില്ലേ? ഹാജിമാർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ളത് ഖുറൈശികൾ പുണ്യകർമ്മമായി സ്വീകരിച്ച ആൾക്കാരായിരുന്നില്ലേ? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ചല്ലേ അവർ മിനായിലും അറഫായിലും ദിക്ർ ചെയ്യുന്നവരായിരുന്നില്ലേ? തൽബിയത്ത് ചെല്ലുന്നവരായിരുന്നില്ലേ? പിന്നെ എന്തിനാ അവരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി നിങ്ങൾ മുസ്ലിം ആകുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് അവരോട് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു വേറെ മതത്തിലായിരുന്നില്ലല്ലോ, ഇബ്രാഹിമി മില്ലത്തിലായിരുന്നല്ലോ. അതെ, അവരെന്ത് ചെയ്തു? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരെ ഇടയാളാക്കി നിർത്തി. അതാണ് ഖുറൈശികൾ ചെയ്ത തെറ്റ്. അത് തിരുത്താനാണ് മുഹമ്മദ് റസൂലുള്ളാഹി വന്നത്.
അവിടെയാണ് അല്ലാഹു തആല മുശ്രിക് എന്ന് വിളിച്ചത് അവരെ, കാഫിർ എന്ന് വിളിച്ചത് അവരെ. ഇവിടൊക്കെ അല്ലാഹു തആല മുശ്രിക് എന്നും കാഫിർ എന്നും വിളിച്ചത് ഈ പറയുന്നവരെയാണ്. അവരുടെ പിൻഗാമികളാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ള ഷിയാക്കൾ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവർ. അവർ അള്ളാഹ് കൊടുത്ത ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. നിസ്കാരം ബാത്തിലാകുന്നത് പോലെ ഷഹാദ ബാത്തിലാകും, നോമ്പ് ബാത്തിലാകുന്നത് പോലെ ഷഹാദ ബാത്തിലാകും, ഹജ്ജ് ബാത്തിലാകുന്നത് പോലെ ഷഹാദ ബാത്തിലാകും. ഷഹാദ ബാത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു ദിവസം അയാൾ ജാറത്തിലേക്ക് പോയി തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ അതോടുകൂടി അയാൾ ഒന്നാമത്തെ ഷഹാദ ബാത്തിലായി, അതോടുകൂടി അയാൾ കാഫിറായി. ഷഹാദ ബാത്തിലായ കാഫിറാവും. നിസ്കാരം ബാത്തിലായ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഷഹാദ ബാത്തിലായാലോ അയാൾ ഷഹാദത്തിലേക്ക് മടങ്ങി വരണം. വ്യത്യാസം എന്താണ്? ഒരു നിസ്കാരം ബാത്തിലായാൽ ആ നിസ്കാരം മാത്രമേ മടക്കി നിസ്കരിക്കേണ്ടതുള്ളൂ. ഒരു നോമ്പ് മുറിഞ്ഞാൽ ആ നോമ്പ് മാത്രമേ മടക്കി നോക്കേണ്ടതുള്ളൂ. ഒരു ഹജ്ജ് ബാത്തിലായാൽ വേറൊരു ഹജ്ജ് ചെയ്താൽ മതി. അതേ അവസരത്തിൽ ഷഹാദ ബാത്തിലായാലോ പ്രായപൂർത്തി മുതൽ ഇങ്ങോട്ട് നിസ്കരിച്ച മുഴുവൻ നിസ്കാരവും ബാത്തില. ഒരാൾ ജാറത്തിലേക്ക് പോയ ആ തങ്ങളെ ഇടയാളുകളാക്കി നിർത്തി അല്ലാണ്ട് ദുആ ചെയ്താൽ അയാളുടെ മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്. അയാളുടെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്. അയാൾ ചെയ്ത മുഴുവൻ സക്കാത്തും ബാത്തിലാണ്. കൂട്ടരെ എല്ലാ അമലുകളും നിലനിൽക്കാൻ ഷഹാദത്ത് ശർത്താണ്. ഷഹാദത്ത് നിലനിന്നെങ്കിൽ മാത്രമേ ഈ അമലുകൾക്ക് ഗ്യാരണ്ടി ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയും ഗൗരവത്തോടുകൂടി 313 മുർസലീങ്ങളെ അയച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ലോകത്തോട് പറഞ്ഞത് അതിന്റെ പേരിലാണ്. അത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലം സമൂഹത്തെ ഉദ്ധരിക്കുന്നത് വേറെ ഏതെങ്കിലും മതത്തിലുള്ളവർ മതത്തിലേക്ക് വരണമെന്ന അടിസ്ഥാനത്തിൽ ഇസ്ലാമിലേക്കുള്ള മതന്മാരെ കൺവെർട്ട് ചെയ്യണം എന്നുള്ളതല്ല. അങ്ങനെ ഒരു കൺവെർട്ടിങ് സിസ്റ്റം ഇല്ല ഇസ്ലാമിൽ. പിന്നെന്താ ഉള്ളത്? തജ്ദീദി സിസ്റ്റമാണ് ഇസ്ലാമിലുള്ളത്. ബാത്തിലായി പോയതിനെ പുതുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലുള്ളത്. അതിനാണ് ദഅവത്ത്, അതിനാണ് റസൂലുകൾ വന്നത്. ഒരു കൂട്ടം മുസ്ലിമീങ്ങളുടെ ഷഹാദ ബാത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഷഹാദ പുതുക്കാതെ. അതുകൊണ്ടാണ് സഫാ മലന്റെ മേലെ കയറിയിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നിനെയും ഞാൻ അംഗീകരിക്കൂല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ആ സന്ദർഭത്തിലാണ് ഖുറൈശികൾക്ക് പ്രശ്നമുണ്ടായത്. ആ സന്ദർഭത്തിലാണ് ഇവിടുത്തെ ഖുറൈശികൾക്കും പ്രശ്നമുണ്ടായത്. ഇവിടെയും മുഹമ്മദ് നബിയുടെ അനുയായികളായ സലഫികൾ ഇത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഖുറൈശികൾക്ക് പ്രശ്നമുണ്ടായതും അതേ കാരണത്താൽ തന്നെയാണ്. അന്ന് ഖുറൈശികൾ എന്താ ചോദിച്ച റസൂലുള്ളാഹി തങ്ങളോട്? അലിഹാദാ ജമഅതന തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, വൃത്തികെട്ടവൻ. ഈ തോന്നിവാസം പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇന്നത്തെ ഖുറൈശികളും ഖുറൈശികളുടെ പുരോഹിതന്മാരും അബൂലഹബിന്റെ അബൂജഹലിന്റെ അബൂ താലിബിന്റെ ശിഷ്യന്മാരായ മുദരിസമാരും ഖത്തീബുമാരും ഖാദിമാരും അത് തന്നെയാണ് സലഫികളോട് പറയുന്നത്. ഈ തോന്നിയവാസം പറയാനാണോ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? അടിയായി ഇടിയായി മുട്ടയാറായി സ്റ്റേജ് വലിയായി മൈക്ക് വലിയായി അതന്നല്ലേ അന്ന് ഖുറൈശികളും റസൂലുള്ളാഹിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കിയേ പറ്റൂ. ഷഹാദത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ഇസ്ലാമും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഷഹാദത്ത് മാറ്റി വെച്ചിട്ടൊരു ഇസ്ലാം ഇല്ല. നിസ്കാരം ഷഹാദത്തിന് വേണ്ടിയുള്ളതാണ്, നോമ്പ് ഷഹാദത്തിന് വേണ്ടിയുള്ളതാണ്, ഹജ്ജ് ഷഹാദത്തിന് വേണ്ടിയുള്ളതാണ്. എന്തിനാണ് 5 നേരത്തെ നിസ്കാരം? അള്ളാഹ് കൊടുത്ത കരാറ് പോറലേൽക്കാതെ മരിക്കുന്നത് വരെ നിലനിർത്തി കിട്ടാനുള്ളതാണ് നിസ്കാരം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹു അല്ലാതെ വേറെ ഒന്നിനെയും പരിഗണിക്കുകയില്ല. ഇത് ഞാൻ അള്ളാഹ് കൊടുത്ത കരാറാണ്. ആ കരാർ ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. അതിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള ഒരു പരിചയമാണ് 5 നേരത്തെ നിസ്കാരം. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഖുൽ പറയൂ പ്രവാചകരെ, ഞാനല്ലാതെ വേറൊരു ഇലാഹ ഇല്ല എന്ന് പറ. അതുകൊണ്ട് ഫഅ്ബുദിനി, എന്തുണ്ടെങ്കിലും എന്നെ മാത്രമേ വിളിക്കാവൂ എന്ന് പറ. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, ആ ഒരു ആശയം നിലനിൽക്കാൻ നിസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി പറ. ഖുർആൻ അല്ലാഹു തആല തൗഹീദുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, തൗഹീദ് നിലനിന്നു പോകാൻ സലഫികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏത് സമയത്തും സലഫികളിൽ നിന്ന് തൗഹീദ് ചോർന്നു പോകും. നിസ്കാരത്തിൽ ഉദാസീനത കാണിച്ചാൽ, നിസ്കാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാപാകത കാണിച്ചാൽ അവര് തൗഹീദ് ചോർന്നു പോകും. ഷിയാക്കൾക്ക് നിസ്കാരം നിലനിർത്തിയിട്ട് ഒരു ഫലവും കിട്ടാനില്ല. അവർ ഓൾറെഡി ഷഹാദ ബാത്തിലാക്കിയവരാണ് ജാറങ്ങളെ കൊണ്ട്. അവർ 5 വഖത്തിന് പകരം 5000 വഖത്ത് നിസ്കരിച്ചിട്ടും കഴിഞ്ഞില്ല. ഞാനൊരു ഷഹാദത്ത് ഓൾറെഡി ബാത്തിലാണ്. അവരാദ്യം വരേണ്ടത് ഷഹാദത്തിലേക്കാണ്. ഷിയാക്കൾ ആദ്യം വരേണ്ടത് ഷഹാദത്തിലേക്കാണ്. ഷഹാദത്ത് ബാത്തിലായി കിടക്കുകയാണ്.
അവര് പണ്ട് പരമ്പരാഗതമായി ഒന്നിക്കൽ പാരമ്പര്യത്തിൽ ഉമ്മയും ഉപ്പയും മുസ്ലിം ആയതുകൊണ്ട് അവനും മുസ്ലിം ആയതാ. അന്ന് മുതലേ തുടങ്ങിയതായിരിക്കും ജാറ സഞ്ചാരം. ചെറിയ കുഞ്ഞു മക്കളുടെ കാലത്തൊക്കെ ആ കുഞ്ഞി കയ്യും പിടിച്ചിട്ട് ജാറങ്ങളിൽ കയറി ഇറങ്ങി ബാപ്പിയും ഉമ്മയും അന്ന് മുതലേ മുശ്രിക്കാക്കിയിട്ടാണ് മക്കളെ വളർത്തി. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, സകല കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഇസ്ലാമില, ഓരോ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ഇസ്ലാമില. ഫഅബവാഹു, അവന്റെ ഉമ്മയും ഉപ്പയുമാണ്, യുഹവ്വിദാനിഹി, അവനെ ജൂതനാക്കുന്നത്, വയുമജ്ജിസാനിഹി, അവനെ മജൂസിയാക്കുന്നത്, വയുനസ്സിറാനിഹി, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അവനെ ശഈഅനിഹി, അവനെ ശീയാക്കുന്നത്. വളരെ കൃത്യമല്ലേ കാര്യം. പ്രസവിച്ച ഉടനെ തന്നെ ചോരക്കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്ന ജാറത്തിലേക്കല്ലേ കൊടിയ കുഫർ. അല്ലെങ്കിൽ പിന്നെന്താ? ആ ജനിച്ചു വീണ പ്യൂറിൽ പ്യൂർ ഫിത്രത്തിൽ ജനിച്ചു വീണ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ശിർക്കിന്റെ കേന്ദ്രത്തിൽ വെച്ച് കൊടുക്കുകയല്ലേ. പുതിയ കാറ് വാങ്ങിയ താക്കോല് ജാറപ്പുറത്ത് 24 മണിക്കൂർ, ജാറപ്പുറത്ത് 24 മണിക്കൂർ പട്ടിന്റെ മേലെ. എന്നിട്ട് 24 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ആ താക്കോൽ എടുത്തിട്ട് കാറ് ഓടിക്കുക. നിങ്ങളെ കാസർഗോഡ് ജില്ലയിലില്ലേ ആ രീതിയിൽ കാർ ഉദ്ഘാടനം ചെയ്യുന്ന ജാറും? കാറിന് വേണ്ടി ബർക്കത്ത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാറം നിങ്ങൾ കേരള കാസർഗോഡ് ജില്ലയിലില്ലേ? നിഷേധിക്കാൻ നോക്കുമോ നിങ്ങൾക്ക്? കൊടിയ കുഫറിലേക്കല്ലേ കാര്യങ്ങൾ. വീട് കൂടുന്ന അന്ന് രാത്രി കുതുബിയത്ത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ആ വീട് കുഫർ കൊണ്ട് തുടങ്ങിയല്ലേ? ഫ്രീ ആയിട്ടല്ലേ ഇപ്പൊ കുതുബത്ത് ജൂതൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും രാജ്യാറ് വീടിന്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന്റെ സമയം സ്വീകരിച്ചിട്ട് ജമാഅത്ത് വീട്ടില് എന്താ വകുപ്പ്? തുടക്കം തന്നെ വിദ്യത്തല്ലേ. പുതിയ വീട്ടിൽ നിസ്കാരം ജമാഅത്തായിട്ട്. അന്ന് ഖത്തീബ് പള്ളിയിൽ ഉണ്ടാവില്ല, മുജാലിന്റെ വീട്ടിലാണ് ഉണ്ടാവുക. റസൂൽ പറഞ്ഞു, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിന്റെ അയൽവക്കക്കാർക്ക് പള്ളിയിൽ വെച്ചല്ലാത്ത നിസ്കാരം ഇല്ല എന്ന്. ഈ ഫർദ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സുബഹിസ്കരിക്കാൻ നിർവഹിക്കാൻ ഖാദിയാർ പോകുന്നത് ആ വീട്ടിലേക്ക്. എന്നിട്ട് ഇമാമും ജമാഅത്തായിട്ട് ആ വീട്ടിൽ നിസ്കാരം, ഒരു ബാങ്ക്, ഒരു ഇഖാമത്ത്. ഏതാ വകുപ്പ്? ഇത് കൊടിയ കുഫ്റും ശിർക്കും. അല്ലെങ്കിൽ പിന്നെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന്റെ ലംഘനം. അല്ലെങ്കിൽ പിന്നെന്താ? മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്തിന്റെ ലംഘനം. അല്ലെങ്കിൽ പിന്നെന്താ? ഈ രീതിയിൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതുപോലെ കുഞ്ഞി പ്രായത്തിൽ തന്നെ ആ ചോര കൈയും പിടിച്ചിട്ട് ആ ചോര കാലും മുറിച്ചിട്ട് തന്നെ ആ കുഞ്ഞിനെ ശിർക്കിന്റെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒഴിയുകയാണ്. ഇത് തന്നെയാണെന്ന് ഖുറൈശികൾ ചെയ്തത്. അവരെ തിരിച്ചു വരണമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയുന്നതും അവരോട് തിരിച്ചു വരണമെന്നാ. ഖാദിമാരോട്, ഖത്തീബുമാരോട്, മുദരിസുമാരോട്, മഹല്ല് ജമാഅത്തുകളോട്, ജാറ കമ്മിറ്റിക്കാരോട് നമുക്ക് പറയാനുള്ളതും ഷഹാദത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങളെ ഷഹാദത്ത് നിങ്ങൾ ജാറങ്ങളെ കൊണ്ടും കുതുബിയത്ത് കൊണ്ടും ബാത്തിലാക്കി കളഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലത് പറയുന്നത് അങ്ങനെ പറയണ്ട, നമ്മൾ ഒന്നിച്ചു കൂടുന്നവരല്ലേ. അത് വേറൊരു കാര്യമാണ്. അങ്ങനെയാണ്. അതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പിരിച്ചു വിട്ടിട്ട് എല്ലാരും കൂടി ഒന്നിച്ചൊരു സുപ്രൈറ്റ് കൊണ്ടിട്ട് തിന്നലാ നല്ലത്. വേറെ തൗഹീദ് ദവൊന്നും വേണ്ട. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മാത്രമേ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ ചാരിറ്റി, ആംബുലൻസ് വണ്ടി, ഗുളിക കൊടുക്കല്, അതേപോലെ തന്നെ പിന്നെ മരുന്ന് കൊടുക്കല്, അതേപോലെ തന്നെ കിറ്റ് കൊടുക്കല്, അങ്ങനെ പോയാൽ മതി. ഒന്നാമത്തെ ഷഹാദത്ത് അങ്ങ് നിർത്തി വെക്കുക. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നിർത്തി വെക്കുക. തൽക്കാലം ബാക്കിയുള്ള കാര്യമായിട്ട് ശിയാക്കളോടൊപ്പം ചേർന്ന് നിസ്കരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നോമ്പ് വെക്കാൻ പറയാ, സക്കാത്ത് ക്ലാസ്, നിസ്കാര ക്ലാസ്, ഹജ്ജ് ക്ലാസ്, അതേപോലെ തന്നെ ചാരിറ്റി ക്ലാസ്, അതേപോലെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അതോടുകൂടി അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാം ഉണ്ടാകുകയില്ല, ഒന്നും ബാക്കി കാണുകയില്ല. ഖുർആൻ ഷരീഫിന്റെ എഴുത്തുകളും വരികളും ഖുർആൻ ക്ലാസും മാത്രം ബാക്കി ഉണ്ടാവും, വേറെ ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും. അത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാമത്തെ ഷഹാദയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഓരോ റസൂലിന്റെ റിസാലത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നൂഹ് നബിയുടെ റിസാലത്തിനെ ഒന്നാം ഷഹാദയുമായിട്ട് ബന്ധിപ്പിച്ചു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അനുസരിച്ച് ജീവിക്കുന്നത് മുഹമ്മദി റിസാലത്തെ, നൂഹി റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. വ അഷ്ഹദു, ഞാൻ അതും ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാ. അന്ന നൂഹൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ഞാൻ ജീവിക്കുന്നത് നൂഹിന്റെ റിസാലത്ത് അനുസരിച്ചായിരിക്കും. ഇത് ഞാൻ അല്ലാഹുവോട് ഉറപ്പ് കൊടുക്കുന്നു. 313 മുർസലീങ്ങളുമായിട്ടും ഷഹാദത്തിനെ അല്ലാഹു ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അവസാനം വന്നു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കുന്നതാണ്. ഇനിയും വീണ്ടും ഞാൻ തെളിയിക്കും. ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു ഉറപ്പ് കൊടുക്കുന്നു. ഞാൻ എന്ത്? അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് എന്ന വ്യക്തി റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലാണ്. അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അള്ളാഹ് കൽപ്പിച്ചതുപോലെ ഞാൻ നിസ്കരിക്കും. എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് കാണിച്ചതുപോലെ. എന്താ കാര്യം? രണ്ടാമത്തെ ഷഹാദ എന്നോട് അള്ളാഹു ആവശ്യപ്പെട്ടതാ. അതേപോലെ തന്നെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ് കൽപ്പിച്ചതുപോലെ നോമ്പ് നോക്കും. എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് എങ്ങനെയാണോ നോമ്പ് തോറ്റ് കാണിച്ചത് അങ്ങനെ. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹ്ക്ക് രണ്ടാമത്തെ ഷഹാദ കൊടുത്തോനാ. അതേപോലെ തന്നെ ഞാൻ സക്കാത്ത് കൊടുക്കും, അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ട്. എങ്ങനെ? എത്ര? അത് മുഹമ്മദുർ റസൂലുള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച്. അതേപോലെ തന്നെ ഞാൻ ഹജ്ജ് ചെയ്യും. എന്താ കാര്യം? എന്റെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഹജ്ജ് ചെയ്യാൻ. എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് അങ്ങനെ. മുഹമ്മദ് നബി എങ്ങനെയാണോ കാണിച്ചു തന്നത് അങ്ങനെ. എന്താ കാര്യം? ഞാൻ രണ്ടാമത്തെ ഷഹാദ എന്ന നിലക്ക് അള്ളാഹ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദ് നബിയുടെ റിസാലത്തനുസരിച്ചേ ചെയ്യുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ രണ്ട് ഷഹാദ പൂർത്തിയാക്കുക എന്നുള്ളത് ഇസ്ലാം സഹിഹാകാനുള്ള ഷർത്താണ്. അത് രണ്ടാമത്തെ ഷഹാദയായി അല്ലാഹു നിശ്ചയിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുക്കാൻ, ആ ഷഹാദ സഹീഹാകാൻ അതൊരു അമലാണ്, അതൊരു ഇബാദത്താണ്. നിസ്കാരം സഹീഹാകാൻ ഷർത്തുകളുണ്ട്, നോമ്പ് സഹീഹാകാൻ ഷർത്തുകളുണ്ട്, ഹജ്ജ് സഹീഹാകാൻ ഷർത്തുകളുണ്ട്. ഇതേപോലെ ഷഹാദത്ത് സഹീഹാകാൻ ഷർത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹീഹാകാനുള്ള ഷർത്ത് നാം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു കാരണവശാലും അല്ലാഹുക്ക് പകരക്കാരനെ ഉണ്ടാക്കുകയില്ല. രണ്ടാമത്തത്, പാർട്ട്ണർമാരെ ഉണ്ടാക്കുകയില്ല. മൂന്നാമത്തത്, അല്ലാഹു അല്ലാത്ത ഒരു സഹായിയെ പരിഗണിക്കുകയില്ല. നാലാമത്തത്, അല്ലാഹു അല്ലാത്ത ഒരു ശുപാർശകനെ പരിഗണിക്കുകയില്ല. അഞ്ചാമത്തത്, അല്ലാഹു അല്ലാത്ത ഒരു ഇടയാളെ, ലാ നിദ്ദ ലഹു വലാ ശരീക ലഹു വലാ ദഹീറ ലഹു വലാ ശഫീഅ ലഹു വലാ വസീല ലഹു. ഈ രീതിയിൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിയിക്കുന്നതാണ്. രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഞാൻ എങ്ങനെയാണ് തെളിയിക്കുക? അതിനും അല്ലാഹു തആല വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. സുമാർ അങ്ങനെ മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഷഹാദ സഹിയായി കിട്ടുകയില്ല. മുഹമ്മദി റിസാലത്തിലുള്ള ഷഹാദ സഹിയായില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷഹാദ ബാത്തിലാകും. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷഹാദ ബാത്തിലായാൽ അവന്റെ ജീവിതം മുഴുവനും കുഫറിലാകും. ഈ രണ്ടാമത്തെ ഷഹാദയെ വിശദീകരിക്കുന്നതിന് എന്താണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ ഷഹാദ യാഥാർത്ഥ്യമാകുന്നതിന് 5 കാര്യങ്ങൾ നാം അംഗീകരിച്ചു കൊടുക്കണം. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സഹിയാകണമെങ്കിൽ 5 കാര്യങ്ങൾ നാം അംഗീകരിച്ചു കൊടുക്കണം. ഒന്നാമത്തത് മുഹമ്മദിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. ഞാൻ അംഗീകരിച്ച റസൂല് മുഹമ്മദ് നബിയാണ് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കണം. സുമാറാകാൻ പാടില്ല. ഏതൊരു പ്രവാചകൻ, എനിക്ക് മൂപ്പരെ പറ്റി വലിയ വിവരമൊന്നുമില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെ ഷഹാദത്ത് സഹിയാകുകയില്ല. ഞാൻ അംഗീകരിച്ച റസൂല് മുഹമ്മദാണ്. അബ്ദുല്ലാന്റെയും ആമിനാന്റെയും മോനായി ജനിച്ച മുഹമ്മദാണ്. ആ മുഹമ്മദിന്റെ തറവാട് അറിഞ്ഞിരിക്കണം. ആ മുഹമ്മദിന്റെ കുലം അറിഞ്ഞിരിക്കണം. ആ മുഹമ്മദിന്റെ കുടുംബം അറിഞ്ഞിരിക്കണം. ആ മുഹമ്മദ് ഏത് നാട്ടുകാരനാണെന്ന് അറിഞ്ഞിരിക്കണം. ആ മുഹമ്മദ് എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് മരിച്ചത് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം മുഹമ്മദിനെ സംബന്ധിച്ച് വ്യക്തിപരമായി സുന്ദരമായി റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ വിശദീകരണങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഇത് രണ്ടാമത്തെ ഷഹാദ സഹിയാകാനുള്ള ഷർത്താണ്. ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അദ്നാൻ എന്നതിൽ നിന്നാണ് മുഹമ്മദി കുടുംബത്തിന്റെ ആരംഭം തുടങ്ങുന്നത്. ഉലമാക്കൾ 3 രീതിയിലുള്ള
കുടുംബ പാരമ്പര്യത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് പൂർണ്ണമായും ചരിത്ര രേഖയുള്ളത്, രണ്ട് അല്പസ്വല്പം വ്യത്യാസമുള്ള ചരിത്രരേഖ, മൂന്നാമത്തത് ചരിത്രരേഖയിൽ കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ലാത്ത രേഖകൾ. ഇങ്ങനെ മൂന്ന് വിഭാഗമായി ഉലമാക്കൾ നമുക്ക് ആ ചരിത്രം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് നിസ്ബ ചേർത്ത് തരുന്നുണ്ട്. ഒന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ, അവരുടെ മകൻ അദ്നാൻ എന്നെടുത്തെത്തുന്നത് വരെയുള്ള ഒരു കുടുംബ പരമ്പര വംശാവലി ലോകചരിത്രത്തിൽ നിലവിലുണ്ട്. പക്ഷെ അതിന് പ്രാമാണികതയൊന്നും, കാരണം ജൂതന്മാർ അതിൽ പലതും, ജൂതന്മാരും അത് ചർച്ച ചെയ്തിട്ടുണ്ട്, നസാറാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മതക്കാരും അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കാരണം എല്ലാവരും ഇബ്രാഹിമിൽ എത്തേണ്ടത് ആവശ്യമാണ്. ജൂതന്മാർക്ക് ഇബ്രാഹിമിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്, ക്രിസ്ത്യാനികൾക്കും ഇബ്രാഹിമിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ആര്യ ദ്രാവിഡ മതക്കാർക്കും ഇബ്രാഹിമിലേക്ക് പാരമ്പര്യം എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദം തൊട്ട് അദ്നാൻ വരെയുള്ള ചരിത്രരേഖ ഇവരെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ അദ്നാൻ മുതൽ ഇബ്രാഹിം വരെയുള്ള കാലഘട്ടം, ഇസ്മായിൽ വരെയുള്ള കാലഘട്ടം, ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിൽ വരെയുള്ള കാലഘട്ടം, ഏതാണ്ട് ഒരു 20 അല്ലെങ്കിൽ ഒരു 18ഓളം ഉപ്പാപ്പന്മാരുടെ പേര് തെളിവ് സഹിതം ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്മായിൽ മുതൽ മുഹമ്മദ് വരെയുള്ള മൂന്നാം ഘട്ടം, അത് 100% രേഖാവൃതമാണ്, പൂർണ്ണമായും രേഖയാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, ഖുറൈശ്, ഹാഷിം, ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുവൈ, ഫിഹ്ർ, മാലിക്, നദർ, ഖുസൈമ, മുദ്രിക, അങ്ങനെ പോയി അദ്നാൻ വരെയുള്ള ഉപ്പുപ്പമാരെ വളരെ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് താരിഖിന്റെ ഉലമാക്കൾ. അദ്നാൻ മുതൽ അങ്ങോട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ളതും, ഇതിൽ അഷ്റഫുൽ ഖൽഖിന്റെ ബാപ്പ അബ്ദുള്ള, ഉമ്മ ആമിന മുതൽ ഏതാണ്ട് ഖുസൈ അല്ലെങ്കിൽ കിലാബ് എന്ന ഉപ്പുപ്പായ വരെയും, ആ കിലാബിൽ നിന്ന് ഇസ്മായിൽ നബി വരെയുള്ള പാരമ്പര്യം, ഇത് വളരെ കൃത്യവും വ്യക്തവും ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം? രണ്ടാമത്തെ ഷഹാദ പഠിക്കാൻ തയ്യാറാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചേ പഠിക്കും. മുഹമ്മദ് റസൂലുള്ളാഹിയെ കാണാപ്പാടം പഠിച്ചിട്ട് ചെല്ലാൻ ഷഹാദത്താവൂല. ഞാൻ അംഗീകരിച്ച റസൂല് മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട വ്യക്തിയാണ്. അത് പരിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞതാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാണ്. സൂറത്ത് മുഹമ്മദ് അല്ലാഹു തആല വിശദീകരിച്ചു. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. ആ മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള ജനങ്ങളെയും വിശേഷണമുണ്ട്. വല്ലദീന മഅഹു, ആ മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവം അശിദ്ദാഉ അലൽ കുഫാർ, ജാറക്കാരോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരാ. റുഹമാഉ ബൈനഹും, അവരെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് സ്നേഹവും കൃപയും ഉള്ളവരുമാണ്. നേരെ തിരിച്ചായിപ്പോ കൂട്ടത്തിലുള്ള സലഫികളോട് കടുത്ത നയവും പുറത്തുള്ള മുശ്രിക്കീങ്ങളോട് മയമായ നയവും. സലഫിയത്ത് തലതിരിയുന്ന രീതിയുമാണ്, സലഫിയത്ത് തലതിരിഞ്ഞു വരുന്ന രീതി നോക്കണം. അള്ളാഹു പറഞ്ഞ എന്താ? വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, ജാറത്തിന്റെ ആൾക്കാരോട് കെട്ടുകെട്ടുത്ത വെറുപ്പുള്ളവരായിരുന്നു ആ നബിന്റെ ഒന്നിച്ചന്ന് ജീവിച്ച സഹാബാക്കൾ. റുഹമാഉ ബൈനഹും, കൂട്ടത്തിലുള്ളവരോട് വളരെ കൃപയുള്ളവരുമായിരുന്നു എന്ന്. ഒന്ന് വർത്തമാനകാല ചരിത്രം മനസ്സിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എല്ലാവർക്കും തിരിഞ്ഞോളന്നില്ല കേട്ടോ. അല്ലെങ്കിലും കുളത്തിൽ മുങ്ങി ഒഴിക്കല്ലേ വെള്ളത്തിന്റെ സ്വാദ് തിരിയില്ല, അല്ലാത്ത കരക്ക് നിൽക്കുന്ന ഒരിക്കൽ ഇങ്ങനെ അതിരിയ. അള്ളാഹു മനസ്സിലാക്കി തിരുത്താൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. വേറെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിന്റെ പേരെടുത്ത് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. ഈ മുഹമ്മദ് എന്ന വ്യക്തി റസൂല് തന്നെയാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇതിനു മുമ്പ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ഒരിക്കലും ആരാധ്യ വസ്തുവല്ല, ഒരു പൂജാ വസ്തുവല്ല. മുഹമ്മദ് ഒരിക്കലും ഒരു ആരാധ്യന് മഹബൂദല്ല. മുഹമ്മദുമായി ബന്ധപ്പെട്ട ഒന്നും അള്ളാഹ്ക്ക് നിദ്ദൻ പകരമാക്കാൻ പറ്റൂല, ശരീക്കൻ പാർട്ണറാക്കാനും പറ്റൂല, വസീലൻ ഇടയാളാക്കാനും പറ്റൂല, അതേപോലെ തന്നെ നഹീറൻ സഹായിക്കാനും പറ്റൂല. അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും മുഹമ്മദിനെ ഈ പറയപ്പെട്ട തസ്തികയിൽ അവരോധിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഖുർആൻ മുഹമ്മദ് റസൂലാണ്. മഹബൂദാവാൻ ഒരു യോഗ്യതയും മുഹമ്മദിലേക്ക് കൊടുത്തിട്ടില്ല. അബ്ദുൽ അല്ലാഹു തആല സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അബ്ദാന മുഹമ്മദ്, മഹബൂദാകാൻ പറ്റുകയില്ല മുഹമ്മദ്.
ഒന്നാമത്തെ കാര്യം മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം, രണ്ടാമത്തെ കാര്യം അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. ഒറ്റ വാക്കിലങ്ങ് പറയാം, വിശദീകരണം പിന്നെ ആവട്ടെ. ഒന്ന് മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം, രണ്ട് അബ്ദിയത്ത്. മുഹമ്മദ് അബ്ദാണ്, മഅബൂദിന്റെ ഒരു അംശം പോലും മുഹമ്മദിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് നുബുവത്ത് അറിഞ്ഞിരിക്കണം, നാലാമത്തത് റിസാലത്ത് അറിഞ്ഞിരിക്കണം, അഞ്ചാമത്തത് ആ മുഹമ്മദിന്റെ ശരീഅത്ത് അറിഞ്ഞിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം വരുന്ന ആളുകളിൽ. അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാൾ ഏറെ തൗഫീഖും തന്നെ അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വളരെ ശക്തമായി മനസ്സിലാക്കുകയും അത് വളരെ ശക്തമായി അംഗീകരിക്കുകയും മരിക്കുന്നത് വരെ ഒരു പോറലും ഏൽക്കാതെ സംരക്ഷിക്കുകയും ആ ഷഹാദയുമായി നാളെ അല്ലാഹുവിന്റെ സ്നേഹാദ്വാര വദൂദായ ലതീഫായ റഹീമായ റഹ്മാനായ ആ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ എന്താണോ വേണ്ടത് അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് നമുക്കത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين واقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادقين والدين في بيتك ووحدك وجوبك أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين.